നമസ്കാരം. ഞാൻ ഡോക്ടർ രമ്യ, അസോസിയേറ്റ് പ്രൊഫസർ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിലാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ ഫേസിൽ ചീക്സിൽ, പിന്നെ താടിയുടെ ഭാഗത്ത്, പിന്നെ വയറിൽ, ഇങ്ങനെ ഉള്ള ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഒരുപാട് ഫാറ്റ് അടിഞ്ഞു കൂടാറുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഫാറ്റിനെയൊക്കെ അലിയിച്ച് കളയാം? അത് സാധാരണ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ നടക്കും. പക്ഷെ അതിനകത്തുള്ളൊരു കാര്യം, ഒരു ജെന്യുവിനായിട്ട് നമ്മൾ കറക്റ്റ് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ, ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതെല്ലാം നല്ലോണം മാറി ഫാറ്റെല്ലാം അലിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അങ്ങനെ തയ്യാറാക്കാൻ പറ്റിയ, വീട്ടിൽ തന്നെ ഉള്ള പിന്നെ സാധനങ്ങളെടുത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാനീയം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു കഷ്ണം ഇഞ്ചി നീര് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫാറ്റ് ബേണിങ്ങിന്. അത് എന്തിൻ്റെ കൂടെ കഴിച്ചാലും ഏറ്റവും നല്ലതാണ്. അപ്പം ഒരു കഷ്ണം ഇഞ്ചിയുടെ നീരെടുക്കുക. അത് ഏകദേശം ഒരു 2 സ്പൂൺ അടുപ്പിച്ച് നമുക്ക് വേണ്ടി വരും ഒരു നേരം കഴിക്കാൻ. അപ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി നീര് എടുത്ത് മാറ്റി വയ്ക്കുക. 1 ഗ്ലാസ് വെള്ളം പ്രത്യേകിച്ച് ഒരു പാത്രത്തിലെടുത്ത് അതിനകത്ത് ചെറിയ ജീരകവും പെരുംജീരകവും, വലിയ ജീരകവും ചെറിയ ജീരകവും ഓരോ സ്പൂൺ വെച്ചെടുക്കുക. അതിനോടൊപ്പം ഒരു സ്പൂൺ ഓമം അറിയാലോ, അത് അതിനകത്ത് മിക്സ് ചെയ്ത്, ഈ 3 സാധനം കൂടെ മിക്സ് ചെയ്ത് ഈ 1 ഗ്ലാസ് വെള്ളം നല്ല തിളപ്പിക്കുക. തിളപ്പിച്ച് അതിൻ്റെ നിറമൊക്കെ മാറി അതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ചെറിയ ചൂടാകുമ്പോഴത്തേനും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഞ്ചിയുടെ നീര്, അതിൻ്റെ സ്വരസം ഇതിനകത്ത് മിക്സ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഈ ഒരു പാനീയം നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞല്ലാതെ അടുത്ത് നമ്മൾ ആഹാരം കഴിക്കാൻ പാടില്ല. എങ്കിലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇഫക്റ്റ് നമുക്ക് ബോഡിയിൽ കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോൺസിക്യൂട്ടീവായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് നല്ല റിസൾട്ടും ഈ ഫാറ്റ് ബേണിംഗ് കേപ്പബിലിറ്റി ഈ ഒരു മിക്സ്ചറിന് നല്ലതായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ തരം ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ്.